اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സഹോദരികളെ, ദീനീ സ്നേഹികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോടും ആദ്യമേ ഉപദേശിക്കുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. റമദാനിൻ്റെ തൊട്ട് തലേ ദിവസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് സൂര്യൻ അസ്തമിച്ച് 26 മിനിറ്റ് ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകും. അത് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടാൽ നാളെ റമദാൻ ഒന്നായിരിക്കും. വിശുദ്ധ റമദാൻ ഒരു വിശ്വാസിക്ക് ഒരു ദിവ്യ അനുഗ്രഹമാണ്. റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന് പറ്റിയ രൂപത്തിലുള്ള സാഹചര്യം, ആരോഗ്യം, ആയുസ്, ഇതൊക്കെ അള്ളാഹു നൽകുന്ന വമ്പിച്ച അനുഗ്രഹങ്ങളാണ്. ഇന്നലെയാണ് എൻ്റെ ഒരു ബന്ധു പ്രായം ചെന്ന മാതാവിനെയും കുടുംബാംഗങ്ങളിൽ ചിലരെയും ഒക്കെ ചെന്ന് കണ്ട് ഇനി നോമ്പായാൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. അല്പ ശ്വാസ തടസ്സത്തെ തുടർന്ന് ആ സഹോദരൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ക്ഷണികമായ ജീവിതത്തിനിടയിൽ ചെയ്തുകൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾക്ക് പലപ്പോഴും അറുതിയുണ്ടാവില്ല. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ വിറക് ശേഖരിക്കാൻ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബികളിങ്ങനെ നോക്കി നിന്നു. ആ പ്രവിശാലമായ മണൽപ്പരപ്പിലേക്ക് എന്ത് വിറകാ കിട്ടുക ഇവിടുന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണം പാകം ചെയ്യണം, നിങ്ങൾ ചെന്നു നോക്കൂ, എല്ലാവരും കിട്ടിയത് കൊണ്ടുവരീന്നാ പറഞ്ഞ്. കിട്ടിയ കമ്പും ചുള്ളിയും ഉണങ്ങിയ ഇലയും അതുപോലെ എന്താണോ അവർക്ക് അവിടെ ലഭിച്ചത് അതൊക്കെ കൂടെ അവർ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് കൂട്ടി വെക്കാൻ പറഞ്ഞു. അത് കൂട്ടി വെച്ച് വെക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്താലും ബാക്കിയാ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു
വലിയ പാഠം ആ സാന്ദർഭികമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകനാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത സഹാബി വര്യന്മാർ അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇത്രയും മുന്തിയൊരു അധ്യാപകനെ കണ്ടിട്ടില്ല എന്ന്. ട്രെയിൻഡായ അധ്യാപകർ പോലും പിന്നിലായി പോകും. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തൻ്റെ മുമ്പിലുള്ള ആളുകളെ വലിയ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചു കൊടുത്ത്? നിങ്ങളോട് ഞാൻ വിറക് കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളെല്ലാവരും വിറക് എവിടെയെന്നുള്ള നിലക്കാണ് നിന്നത്. പക്ഷെ നോക്കൂ, നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ വിറകായി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇയ്യാക്കും മുഹഖിറാത്തി ദുനൂബ്, കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്ത് കൂട്ടുന്നതിന് നിങ്ങളൊന്ന് ഭയപ്പെടണം. ഒരു ദിവസം നമ്മളൊക്കെ പറഞ്ഞു കൂട്ടുന്ന നുണത്രയാണ്, തോണ്ടിവിടുന്ന ഗീബത്തും നമീമത്തും എത്രയാണ്. ആ വിരൽത്തുമ്പ് മതി നമ്മളെ നരകത്തിലെത്തിക്കാൻ. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ ആ വിരൽത്തുമ്പിനെ ശരിപ്പെടുത്താൻ പടച്ച റബ്ബിന് കഴിയും. ആ വിരൽത്തുമ്പാണ് കോടാനക്കോടി മനുഷ്യന്മാരുടെ ഒരു വലിയ ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ആ ഒരു തമ്പ് ഇംപ്രഷൻ മതി ആളെ പിടുത്തം കിട്ടാൻ. കോടാനക്കോടി മനുഷ്യരുടേത്. മനുഷ്യൻ ആ പ്രത്യേകത കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ഒരു 100 100 ചില്ലാനോ കൊല്ലേ ആയിട്ടുള്ളൂ ഈ തമ്പിന്, അല്ലെങ്കിൽ ഈ രേഖകൾക്ക് ഇவ்விதം ഒരു പ്രത്യേകതയുണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ വിരൽത്തുമ്പിലെ മഹാ അത്ഭുതത്തെക്കുറിച്ച് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റഹ്മാനായ റബ്ബിന് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവന്റെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂക്തമാണ് ഖുത്ബയുടെ ആദ്യത്തിൽ ഓതിക്കേൾപ്പിച്ചത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഓരോ മനുഷ്യ ശരീരവും ആത്മാവും അവർ ചെയ്ത ഖൈറ് നാളെ പരലോകത്ത് അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അത് ചെയ്തതൊക്കെ അവൻ കാണുക തന്നെ ചെയ്യും. ചെയ്ത എല്ലാ നന്മയും ഒന്നും അല്ലാഹു വിട്ടുപോകൂല. വമാ അമിലത് മിൻ സൂ, അതേമാതിരി തന്നെയാണ് അവൻ ചെയ്തു കൂട്ടിയ തിന്മകളും. അപ്പോഴായി അവൻ ചെയ്തു കൂട്ടിയ, പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഈ തിന്മകളൊക്കെ കൂടെ അവന്റെ മുമ്പിൽ കാണുമ്പോ ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, ഞാൻ ചെയ്തു കൂട്ടിയ ഈ തെറ്റുകളോട് എനിക്കൊന്ന് അതിവിദൂരമായ അകലം പാലിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അതിന് കഴിയില്ല. ആ ഖബറിന്ന് ജീവിച്ച് പുനരുജ്ജീവനം ലഭിച്ചു പോകുമ്പോൾ തന്നെ അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും ഭാരിച്ച ഭാണ്ഡങ്ങൾ പേറിയിട്ടാണ് അവൻ വിചാരണക്കെത്തുന്നത്. അപ്പോഴാണ് മനുഷ്യൻ ആഗ്രഹിച്ചു പോവുക, അതൊന്നും എൻ്റെ കയ്യിലില്ലാതെ അവയൊക്കെ മാറ്റിവെച്ച് അതിൽ നിന്നൊന്ന് അകലം പാലിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അല്ലാഹു അവനെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഹദർ എന്ന് പറഞ്ഞാൽ കോഷൻ ആണ്.
വലിയ വണ്ടിന്റെ പിന്നാലെ പോകുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചോ, അതിമ വന്ന് മുട്ടാൻ നിൽക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. 240 kV ലൈന് പോകുമ്പോ ട്രാൻസ്ഫോമറിന്മ അത് വെക്കൽ നിർബന്ധ. ആരും അന്തല്ലാതെ അയിമ കൊത്തിപ്പിടിച്ച് കയറാൻ നിൽക്കണ്ട. ഒരു കോഷൻ, ഒരു ബോർഡ് അവിടെ തൂക്കിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ആ ഭീതിജനകമായ ദിനത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ആയത്ത് അവസാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ്റൊരു സുന്ദരമായ മുഖത്തെ പരിചയപ്പെടുത്തിയ. അതെന്താ? വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷേ അവന്റെ ദാസന്മാരോട് അളവറ്റ ദയാപരനാണ്. റഅഫത്ത്, അളവറ്റ ദയാപരനാണ്. മറ്റു ചില സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ വാചകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഅബയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ ഖിബ്ല മാറ്റിയപ്പോ അതുമായുള്ള ചർച്ചകൾക്കിടയിൽ വിശ്വാസികളുടെ ഈമാൻ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. വമാ കാനല്ലാഹു ലിയുളിയ ഈമാനുക്കും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് അളവറ്റ ദയാപരനും അങ്ങേയറ്റത്തെ കാരുണ്യവാനുമാണ്. റഹ്മാനായ റബ്ബിന്റെ ആ അളവറ്റ ദയയും മഗ്ഫിറത്ത് എന്ന അവന്റെ ഗുണവും നമുക്ക് ബുധാനുഷ്ഠാന നാളുകളിലൂടെ ബോധ്യപ്പെടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, റഹീമാണ്, റഊഫാണ്. അല്ലാഹുവിന്റെ ഏത് വിശേഷണം എടുത്തു നോക്കിയാലും മോസ്റ്റ് മേഴ്സിഫുൾ, റഹ്മാൻ. അത് നമ്മൾ പറയുന്ന, നമുക്ക് പറയാൻ പറ്റിയത് എന്ന് തോന്നുന്ന ഒരു വിശദീകരണം മാത്രമാണ്. അല്ലാതെ റഹ്മാനിനും റഹീമിനും ഏതെങ്കിലും ഒരു ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദ്യോതിപ്പിക്കാൻ കഴിയില്ല എന്ന അത്രക്ക് പ്രവിശാലമാണ് അതിൻ്റെ ആശയം. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു ഗഫൂറാണ്. അളവറ്റ ദയാപരനും തന്റെ ദാസന്മാരിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അഖിലം പുറത്തു കൊടുക്കുന്നവനുമാണ്. ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബ്. തെറ്റ് ചെയ്ത മനുഷ്യൻ ആ തെറ്റാണെന്ന് മനസ്സിലാക്കി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാൽ റബ്ബ് പുറത്തു കൊടുക്കാൻ ഒരുക്ക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, അതിനബ അബ്ദുൻ ദംബൻ. ഒരടിമ എന്തെങ്കിലും ഒരു പാപം ചെയ്തു, എന്നിട്ട് ആ പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ ആ പാപത്തിൽ സ്ഥിരമായി നിന്നില്ല. അവൻ എന്തു ചെയ്തു? ഉടനെ സർവശക്തനായ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി. അള്ളാഹുവേ, നീ എൻ്റെ പാപം പൊറുത്തു തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഫഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയും, അദ്നബ അബ്ദി ദംബഹ. എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബ. അവൻ മനസ്സിലാക്കി അവനൊരു റബ്ബുണ്ട് എന്ന്. വയഖുദു ബിദ്ദംബ്. അവൻ പാപം ചെയ്തവനെ പിടിച്ച് ശിക്ഷിക്കുന്നവനാണ് എന്നും അവൻ തിരിച്ചറിഞ്ഞിട്ട് അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് വഫർതു ലിദംബി, ഖദ് വഫർതു ലി അബ്ദി. ആ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ റഹ്മാനായ റബ്ബ് മഗ്ഫിറത്ത് എന്ന ഗുണമുള്ളവനാണ്.
അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. ഈ ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് ഈ വിശുദ്ധ റമദാൻ പാകപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള ഈ വിശുദ്ധ മാസമുണ്ടല്ലോ, അത് നിങ്ങളുടെ പാപങ്ങൾ അഖിലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്ന മാസമാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണത്. ഫീഹി ലൈല, അതിലൊരു രാത്രിയുണ്ട്. ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹരിം, അതിലെ ഖൈറെങ്ങാനും നേടിയെടുക്കുന്നതിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ അവൻ പരാജയപ്പെട്ടതു തന്നെ. റഗിമ അൻഫു റജുലിൻ ദുഖിർതു അൻദ, പ്രവാചകൻ പഠിപ്പിച്ചത് അതന്നെയാണ്. പ്രവാചകന്റെ പേര് കേട്ടിട്ട് ഫലം യുസല്ലി അലൈ, പ്രവാചകന്റെ പേരിൽ ഒരാൾ സലാത്ത് ചെല്ലുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരനാണ് അയാൾ. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ കാര്യം മഹാകഷ്ടം. റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മ സലഹ ഖബല അൻ യുഗ്ഫറ ലഹു, അള്ളാഹു എല്ലാ പാപവും പൊറുക്കാൻ തയ്യാറായി ഉണ്ടായിട്ട് ആ റബ്ബിനോട് തൻ്റെ പാപമോചനത്തിനു വേണ്ടി ആവശ്യപ്പെടാതിരിക്കുന്ന, അങ്ങനെ അള്ളാഹു പാപം പൊറുക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ ഒരു അടിമയിൽ സംജാതമാവുകയാണെങ്കിൽ അയാളുടെ കാര്യവും മഹാകഷ്ടം. വറഗിമ അൻഫു റജുലിൻ അദ്റക ഇൻദഹു അബവാഹ് അൽ കിബർ, പ്രായം ചെന്ന മാതാപിതാക്കള് ഒരാൾക്കുണ്ട്. ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തിട്ട് സ്വർഗപ്രവേശം ഒരാൾക്ക് സാധ്യമാകുന്നില്ലെങ്കിലോ അയാളുടെ കാര്യവും മഹാകഷ്ടം തന്നെ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നിർബന്ധമായും നമുക്ക് ലഭ്യമാകുന്ന ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവസരങ്ങളുടെ ശരിയായ യൂട്ടിലൈസേഷൻ എങ്ങനെയാകണമെന്നാണല്ലോ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. പ്രവാചകന്റെ ഒരു പ്രാർത്ഥന അതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ളതാണ്. എന്താ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മൂജിബാതി റഹ്മതിക്, നിന്റെ അനുഗ്രഹം എന്നിൽ നിർബന്ധമായും കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം നിന്നോട് ചോദിക്കുകയാണ്. വഅസാഇമി മഗ്ഫിറതിക്, സുനിശ്ചിതമായി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് അർഹമാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും അതിനുള്ള തൗഫീഖും. വസ്സലാമത മിൻ കുല്ലി ഇസ്മ, എല്ലാ കുറ്റങ്ങളിൽ നിന്നും സുരക്ഷിതമാകുവാനുള്ള ഒരു കഴിവ്. വൽ ഗനീമത മിൻ കുല്ലി ബിർ, എല്ലാ പുണ്യവും സ്വായത്തമാക്കാനുള്ള ഒരു അവസരം. വൽ ഫൗസ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വിജയം പ്രാപിക്കുകയും വന്നജാത മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നാഥാ നീ എനിക്ക് നൽകണമേ. മഗ്ഫിറത്ത് വേണം, മർഹമത്ത് വേണം. അതിന് പറ്റിയ പാകത്തിലുള്ള പ്രവർത്തന നിരതനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹുജിബത്തിന്നാർ ബിശഹവാത്ത്, നരകം മറയിട്ടിരിക്കുന്നത് ശഹവാത്ത് കൊണ്ടാണ്. ആ ശഹവാത്തിൽ ഒരാൾ പെട്ടിട്ട് തൻ്റെ ദേഹേച്ഛക്കനുസരിച്ച് അയാൾ നിർവിഘ്നം തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ അയാൾക്ക് ചെന്നു ചേരാൻ പറ്റിയ ഇടം നരകമാണെന്നർത്ഥം. വഹുജിബത്തിൽ ജന്ന ബിൽ മകാരിഹ്, അതുപോലെ തന്നെ വെറുക്കപ്പെട്ട പല കാര്യങ്ങളുടെയും പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാണ് വിശ്വാസിക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അവിടെ ദുനിയാവിൻ്റെ ഇഷ്ടമല്ല, ആളുകളുടെ ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നോമ്പുകാരനോട് നോമ്പ് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ഒരു ഇസ്തിഖാമത്തുള്ളത്.
ഞാൻ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഗുണങ്ങൾ അവൻ്റെ പ്രവർത്തനങ്ങളിൽ വേണം. ആ റബ്ബിനെ അവൻ സദാസമയത്തും കണ്ടുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. ഇതാണ് ദിക്റുള്ള എന്ന് പറയുന്നത്, ആ സ്മരണക്ക. അല്ലാതെ തസ്ബീമാലങ്ങനെ കൈ പിടിച്ചിട്ട് എന്തോ വായോണ്ട് ഉരുവിടുകയും ദുനിയാവിലുള്ള മുഴുവൻ കാഴ്ചകളിലും ആനന്ദഭരിതനായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആ ഒരു വെറും അധരവ്യായാമം കൊണ്ട് യഥാർത്ഥ ദിക്റുള്ള കിട്ടുകയില്ല. അത് ജീവിതത്തിൽ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ചെയ്യാൻ കഴിയണം. റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന ശക്തമായ ബോധ്യം അവനുണ്ടാകണം. അതാണ് മഅയ്യത്തുള്ള. ഇതൊക്കെ നോമ്പ് നമുക്ക് നേടിത്തരികയാണ്. ആ രൂപത്തിലാകണം നമ്മളുടെ റമളാനിലെ വൃത്തങ്ങൾ. അതുപോലെ തന്നെ ആ വ്രതാനുഷ്ഠാന കാലത്തെ ജീവിതം മുഴുവനും ഏതൊരു വാക്കും നമ്മൾ തൂക്കിക്കണക്കാക്കിയിട്ട് പറയണം. നോമ്പ് നാവിനുണ്ടാകണമെന്നർത്ഥം, കണ്ണിനുണ്ടാകണം, കയ്യിനുണ്ടാകണം, നമ്മുടെ കാലിനും നമ്മളുടെ ചെയ്തികൾക്കും മുഴുവൻ ആ നോമ്പ് ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യൂനമായ രൂപത്തിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കേവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവേ ഓത്ത് അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാവിധി മുത്തക്കകളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഏതൊരു അമലും അല്ലാഹു സ്വീകരിക്കുന്നത് ഉദ്ദേശ ശുദ്ധിക്കനുസരിച്ചാണ്. അതിന് ഈമാൻ വേണം, പ്രതിഫല ഇച്ഛ വേണം. നോമ്പിനെക്കുറിച്ചും തറാവീഹ് നമസ്കാരത്തെക്കുറിച്ചും പ്രവാചകൻ അക്കാര്യം പ്രത്യേകം ഉണർത്തി. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതേ പദപ്രയോഗം തന്നെയാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടും പ്രവാചകൻ പഠിപ്പിച്ചത്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അപ്പോൾ നോമ്പ് പോലെ തന്നെ ആ നോമ്പിൻ്റെ രാത്രികളിൽ തറാവീഹും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ്. പ്രതിഫലേച്ഛയോടുകൂടി ശരിയായ നിയ്യത്തോടുകൂടി ഒരാൾ അത് നിർവഹിച്ചാൽ അവനിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്നർത്ഥം. നിയ്യത്ത് എന്നതിൻ്റെ കാതലും ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മം എന്നിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന ആന്തരികമായ പ്രാർത്ഥന നിയ്യത്തിലുണ്ടാകണം. നോമ്പിൻ്റെ നിയ്യത്ത് പണ്ടൊക്കെ നമ്മൾ കേട്ടതുപോലെ തറാവീഹിൻ്റെ സമയത്ത് നവൈത്തു സൗമഗദിൻ എന്ന് പറഞ്ഞ് വെക്കണ നിയ്യത്തല്ല. നോമ്പ് നോക്കാൻ മനസ്സിൽ കരുതലാണത്. അത് പക്ഷേ പകലായാൽ പറ്റില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ്, ഫജറിന് മുമ്പ് തന്നെ അന്നത്തെ നോമ്പിൻ്റെ കരുതൽ നിയ്യത്തുണ്ടാകണം. അത് പറഞ്ഞുണ്ടാക്കണം എന്നില്ല. അത്താഴത്തിൽ നീക്കുമ്പോൾ മനസ്സിൽ ആ നിയ്യത്തുണ്ടായാൽ മതി. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണല്ലോ അത്താഴം. നോമ്പ് നോക്കാൻ വേണ്ടിയാണ് ഈ അത്താഴം കഴിക്കുന്നത് എന്നറിയുന്ന ഒരാളുടെ നിയ്യത്ത് തന്നെയാണത്. ആ ചെയ്തികളൊക്കെ ആ നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്.
ഓരോ ദിവസവും അങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ അതല്ല ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ മതിയോ? ആ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ദിവസവും നിയ്യത്ത് വേണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഇമാം മാലിക് റഹ്മഹുല്ലാ അത് വേണ്ട, വിശുദ്ധ റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ ഈ റമളാനിലെ എല്ലാ നോമ്പും ഞാൻ അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ ആ ഒരു മാസത്തേക്കുള്ള നിയ്യത്തായി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മല്ലൻ യുജ്മഅ സിയാമ ഖബ്ലൽ ഫജ്ർ ഫലാ സിയാമ ലഹ്. നോമ്പ് നോൽക്കാനുള്ള നിയ്യത്ത്, ആ കരുതല് ഒരാൾ ഫജ്റിന് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ സിയാമ ലഹ, അവൻ്റെ നോമ്പ് സ്വീകാര്യമല്ല. അത് ഫർള് ആയ റമളാനിലെ നോമ്പിനാണ് ബാധകം. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഒന്നുമില്ല റസൂൽ, എവിടെ ഒന്നും ഭക്ഷണമായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഞാൻ സുന്നത്ത് നോൽമ്പ് നോൽക്കുകയാണ്. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ ആ ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിലാണെന്നർത്ഥം. ആയിഷ ബീവി പറയാ, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, നമുക്കിന്ന് ഇന്ന ഒരു വിഭവം ഇവിടെ ഇന്ന ആൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് റസൂലെ എന്ന് പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അരിനീഹി, അതൊന്ന് കാണിച്ചാൽ നോക്കട്ടെ, പ്രവാചകന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ അല്ലേ എന്നറിയാൻ. അങ്ങനെ അത് കഴിക്കാൻ തീരുമാനിച്ചാലോ പ്രവാചകൻ പറയും, ഫലഖദ് അസ്ബഹ്തു സ്വായിമ, ഞാൻ സത്യത്തിൽ നോമ്പുകാരനായിട്ടാണ് വന്നത്, സുന്നത്ത് നോമ്പുകാരനായിട്ട്. പക്ഷേ ഈ ഭക്ഷണം കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ആ നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചു. അപ്പം സുന്നത്ത് നോമ്പിന് നിയ്യത്ത് നേരത്തെ വെക്കണം എന്നില്ല എന്നർത്ഥം. ഇടയിൽ വലിയൊരു സംശയമുള്ള സംഗതിയാണ്, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എന്ത് ചെയ്യണം? അവിടെ ടപ്പ് എന്ന് പറഞ്ഞാണ്ട് നിർത്തേണ്ടതില്ല. ആ കഴിക്കാൻ തീരുമാനിച്ച ഭക്ഷണം വേഗം കഴിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പഠിപ്പിച്ച മറുപടി. പക്ഷെ അതൊരു വലിയ ആനുകൂല്യമായി എടുത്തിട്ട് ആ സുബഹി ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇനി വിളമ്പാന്ന് പറയാൻ നിൽക്കണ്ടെന്നർത്ഥം. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നിർത്താൻ അത് കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നോമ്പുകാരനായിരിക്കെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നാൽ അത് ശരീരത്തിന് പുഷ്ടി നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ വെറും മരുന്നാണ്, ഒരു രോഗനിയന്ത്രണത്തിനുള്ള ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ നോമ്പുകാരനായിരിക്കെ ജനാബത്ത് ഉള്ള ഒരാളിന് സുബഹി ബാങ്ക് കൊടുത്താലും ആ ജനാബത്തുകാരന് കുളിച്ചിട്ട് നോമ്പ് തുടർന്നാൽ മതി. അല്ലാതെ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരാൾ ജനാബത്തുകാരനാണ് എന്നതുകൊണ്ട് അത് അയാളുടെ നോമ്പിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്നില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രിക്കുൽ ഫജ്ർ വഹുവ ജുനുബൻ മിൻ അഹ്ലിഹി എന്ന് നമുക്ക് ഹദീസിൽ കാണും. ആ പ്രവാചകൻ സുമ്മ യഗ്തസിലു വയസുമു, പിന്നീട് കുളിക്കുകയും നോമ്പനുഷ്ഠിക്കുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോമ്പിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. നോമ്പിൻ്റെ പകലിൽ പല്ല് തേക്കുന്നതിനെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വൽ അൽഹർ, ഈ എല്ലാ അഭിപ്രായങ്ങളും കൂടെ കൂട്ടിയിട്ട് അതിൽ കൂടുതൽ സുവ്യക്തമായ അഭിപ്രായം അന്നഹു ലാ ബഅസ ബിസ്സിവാക് ഫീ കുല്ലി വഖ്തിൻ, ഏത് സമയത്തും നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും ഉച്ചക്കാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും സിവാക്ക് അഥവാ ബ്രഷ് ചെയ്യുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്നതാണ്. ഏതായിരുന്നാലും നോമ്പിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിക്കുകയും
അതനുസരിച്ച് കുറ്റമറ്റ രൂപത്തിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കുകയും ചെയ്യാൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നോമ്പ് നോൽക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഖുതുബയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അനുജനാണ് ഇന്നലെ മരണപ്പെട്ടത്. പൊന്മളയിലെ കിഴക്കേ പറമ്പത്ത് അബ്ദുർ റസാഖ് എന്ന കുഞ്ഞിപ്പ എന്ന സഹോദരനാണ് മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതന് അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അദ്ദേഹത്തെയും നമ്മയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള എല്ലാ ആളുകൾക്കും കുറ്റമറ്റ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم تقبل منا صيامنا في رمضان وجعلنا من عتقائك من النيران ووفقنا لتلاوة القرآن وأكرمنا بالعفو والغفران. اللهم زد في قلوبنا الأمن والإيمان وأعنا فيه غض البصر وحفظ اللسان. اللهم أدخلنا الجنة بباب الريان يا غفار يا رحمن. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.